ഇന്ന് എൻ്റെ വായനയിലുള്ള പുസ്തകം പ്രശസ്ത കവി രാജൻ സി എച്ചിൻ്റെ അപസർപ്പകം എന്ന കാവ്യ പുസ്തകമാണ്. ക്രിസ്റ്റിയുടെയും ഷെർലക്കിൻ്റെയും ആത്മഭാഷണങ്ങളും കണ്ടെത്തലുകളുമാണ് ഈ കൃതിയിലെ കവിതകളിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഈ രണ്ട് സുഹൃത്തുക്കളുടെ ഗ്രാമീണ ജീവിതവും ആഖ്യാനം ചെയ്യുന്ന ഒരു പ്രത്യേക കാവ്യസങ്കേതമാണ് ഈ കൃതിയിൽ കാണാൻ കഴിയുക. ഇതിൻ്റെ വായനയിൽ ക്രിസ്റ്റി ഷെർലക്ക് എന്ന സുഹൃത്തിൻ്റെ അപരസത്വമായാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. ക്രിസ്റ്റിയുടെ ആത്മഭാഷണങ്ങൾ: ഉറങ്ങാൻ തുടങ്ങുമ്പോൾ ഉള്ളത്തിലൊരാൾ എൻ്റെ പുറം വാതിലിൽ മുട്ടി തുറക്കുന്നെന്തായിടാം, തുറന്ന കതകിലായി ഇരുട്ടിലെൻ നെഞ്ചിലായി അറിയാ ചോദ്യങ്ങളെ എറ്റുന്നതെന്തായിടാം, പുറമേ ബോധം മാഞ്ഞു പരബോധനായി വീണു ഞരങ്ങുമെന്നെ തൊഴിച്ചുണർത്തുന്നെന്തായിടാം. ഇതുപോലെ തന്നെ ഷെർലക്കിൻ്റെ കണ്ടെത്തലുകളിൽ മൂങ്ങകൾ മൂളും പോലെ ഒന്നു നീ മൂളുന്നാകിൽ മൂളിടും ഇരുവട്ടം നിന്നൊപ്പം എതിർചേരിയായി. അവരുടെ ഇഹലോക ജീവിതവും അവരുടെ ഗ്രാമീണ ജീവിതവും അവരുടെ മരണത്തിന് ശേഷം കവിയുടെ വീക്ഷണകോണിൽ എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് ഈ കൃതിയിലൂടെ വായിച്ചെടുക്കാം. പാസ്റ്ററൽ എലിജി എന്ന കാവ്യസങ്കേത രീതിയാണ് ഈ കൃതിയിൽ നമുക്ക് കണ്ടെത്താൻ ആവുക. ക്രിസ്റ്റിയുടെ ആത്മഭാഷണങ്ങളും ഷെർലക്കിൻ്റെ കണ്ടെഴുത്തുകളുമാണ് ഈ പുസ്തകത്തിലുടനീളം ഉള്ളത്. മൂന്നാമതൊരു വ്യക്തിയായി കവി മാറുന്നു. അത് അവരുടെ അപര വ്യക്തിത്വത്തിൻ്റെ സൂചനകളായി ഈ കൃതിയിലുടനീളം നമുക്ക് കണ്ടെത്താൻ കഴിയും. ഏറ്റവും നവീനമായൊരു കാവ്യ രചനാ സങ്കേതമാണ് അപസർപ്പകം എന്ന കൃതിയിലൂടെ രാജൻ സി എച്ച് അനുവാചകരെ കാവ്യലോകത്തേക്ക് ആനയിക്കുന്നത്. കോഴിക്കോട് ജീനിയസ് ബുക്സാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്.